ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇതുവരെ കേട്ടതും കണ്ടതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സാധനമാണ് ഇപ്പം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി ഇതൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വിശാലമായിട്ട് കിടപ്പുണ്ട്. അതായത് ശ്രീമതി അരുണിമയെ കൂടെ താമസിപ്പിച്ചവരും സപ്പോർട്ട് ചെയ്തവരും അവരുടെ വീടുകളിലേക്കും മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി അല്ലെങ്കിൽ യാത്രകളിൽ കൂടെ കൊണ്ടുപോയവരടക്കമുള്ള ആൾക്കാർ, പല ആൾക്കാർക്കും ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊന്നും അല്ല. ജോർജ് ഏട്ടൻ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒരുപാട് ആൾക്കാർ അയാൾ മറ്റെന്തോ ഉദ്ദേശം വെച്ചിട്ടാണ്, ലക്ഷ്യം വെച്ചിട്ടാണെന്നൊക്കെ ആ ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചൊക്കെ എൻ്റെ ഇൻബോക്സിൻ്റെ അകത്തൊക്കെ ഒത്തിരി പേര് വന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് അമേരിക്കയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ആ ജോർജ് ഏട്ടൻ ചെയ്തിരിക്കുന്നത്. ഇമിഗ്രേഷനിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് എടുത്തതും മറ്റുള്ള പല കാര്യങ്ങളും അയാളെപ്പോലെ വേറെ ആരും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഒരുപാട് സംസാരിച്ചിട്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ പറയുന്നില്ല. എനിക്ക് വന്നേക്കുന്നൊരു മെസ്സേജാണ്, ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം, വായിച്ച് കേൾപ്പിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് ആർക്ക് മനസ്സിലാവും? ഇത് നമ്മുടെ അരുണിമയ്ക്ക് മാത്രമേ മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ലയെന്ന് അരുണിമ പബ്ലിക്കിലേക്ക് ഒന്ന് നിഷേധിച്ചാൽ മതി. ഇങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, മനഃപൂർവ്വമായിട്ട് കെട്ടിച്ചമച്ചതാണെന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങളെ സഹായിച്ചവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരാണ് കേട്ടോ. ഓക്കെ, അതില്ല എങ്കിൽ ഇല്ല നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളത് തീർച്ചയായിട്ടും കേൾക്കാൻ റെഡിയാണ്. എനിക്ക് വന്നൊരു മെസ്സേജാണ്. ഞാൻ ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. റീസെൻ്റ്ലി അരുണിമയുടെ വീഡിയോസ് കണ്ടു. സെയിം ഐ ഫെൽറ്റ് ഫ്രം ഖത്തർ. അതായത് ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായ സംഭവം അതുപോലെ ഈ പുള്ളിക്കാരത്തിക്ക് ഉണ്ടായി ഖത്തറിൽ വെച്ച് എന്നുള്ള കാര്യമാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഖത്തറിലേക്കുള്ള സ്റ്റോറി ഖത്തറിലേക്ക് മാറുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് വേറെ ഒരുപാട് സംഭവങ്ങളിൽ ട്വിസ്റ്റ് വരുന്നുണ്ട്. എൻ്റെ ചേച്ചി ഖത്തറിലാണ്. ഞാൻ അവരെ കാണാൻ പോയപ്പോഴാണ് ഫ്ലൈറ്റിൽ വെച്ച് കണ്ടത്. ഫ്ലൈറ്റിൽ വെച്ച് ആരെ കണ്ടത്? ഈ പുള്ളിക്കാരിയെ കണ്ടത്. പിന്നെ ഷീ കോൾ മീ ഫോർ സം ഹെൽപ്പ്. പിന്നെ പുള്ളിക്കാരത്തി എന്നെ കുറച്ച് ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു എന്നുള്ളത്. പുള്ളിക്കാരത്തി പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരത്തി ട്രാവലിംഗ് മൊത്തം പുള്ളിക്കാരത്തി യൂട്യൂബിൽ റവന്യൂ കൊണ്ട് ആണ് ഫ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതൊക്കെ സ്വന്തം യൂട്യൂബ് റവന്യൂ കൊണ്ടാണ് എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ടി വരും. ഞാനൊക്കെ അങ്ങനെ ഹെൽപ്പ് വാങ്ങിയിട്ടുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത് അതൊന്നും കുറ്റമായിട്ട് കാണുന്നൊന്നുമില്ല, ഞാൻ കാണുന്നതേ ഇല്ല. പിന്നെ ഷീ കാൾ മീ ഫോർ സം ഹെൽപ്പ്. ഞാൻ എൻ്റെ ബ്രദർ ഇൻ ലോ ത്രൂ സോർട്ട് ഔട്ട് ചെയ്തു. ബട്ട് ആഫ്റ്റർ ദാറ്റ് എനിക്ക് മനസ്സിലായി ട്രാവൽ മാത്രമല്ല ആ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ മാത്രമല്ല ആ കുട്ടി മറ്റെന്താ ചെയ്യുന്നത്? നിങ്ങളെപ്പോലുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ടാവുമല്ലോ. നല്ല കോണ്ടാക്ട്സ് ഒന്നും അല്ല അവിടെ ഉണ്ടായത്. നല്ല രീതിയിലുള്ളൊരു കോണ്ടാക്റ്റ് അല്ല അവിടെ ഉണ്ടായത്. സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞതും എനിക്ക് ഫീലായിട്ടുണ്ട് എന്ന് പറയുന്നു. സംഭവം ആക്ച്വലി ഈ പറഞ്ഞതിനകത്ത് നിന്ന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നിങ്ങളെപ്പോലെ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കണമല്ലോ. ഞാൻ പറഞ്ഞാണോ ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇനിയാണ് മെയിൻ പോയിന്റ്, കോർ ഫാക്ടർ. ജോർജ് ഏട്ടനെയൊക്കെ തെറി പറഞ്ഞവർ, കുറ്റം പറഞ്ഞവരൊക്കെ ഇതൊന്ന് കേൾക്കണേ. നമ്മുടെ സമൂഹം നേരിടുന്നൊരു വലിയൊരു വിപത്ത് എന്നുള്ള സാധനമുണ്ട്. ഒരു ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു സമൂഹത്തിനെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള ആൾക്കാർ പോലും അവരുടെ ബാക്ക് സൈഡിലേക്ക് ചെയ്യുന്ന ചില ബൗണ്ടറീസ് വെക്കേണ്ടിടത്തുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ? അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുറേ ഫാൻസ് ഉണ്ട്. ഓക്കെ, കുറേ ഫാൻസ് ചിലപ്പോൾ ആക്രമിച്ചേക്കാം. കേട്ടോ, അടുത്തത്. ഡ്രഗ്സ് അടക്കം യൂസ് ഉണ്ടായി. ബ്രദർ ഇൻ ലോയുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് പിന്നെ ആ കോണ്ടാക്റ്റ് കട്ടാക്കുമായിരുന്നു. എന്താണ്? ഡ്രഗ്സ് അടക്കം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ബ്രദർ ഇൻ ലോയുടെ ഫ്രണ്ട്സ് പറഞ്ഞാണ് അത് അറിയുന്നത്. പിന്നെ അതോടുകൂടി ആ കോണ്ടാക്റ്റ് അങ്ങ് കട്ട് ചെയ്തു. അവരെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. ഓക്കെ, ഖത്തർ പോലൊരു കൺട്രി ആകുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ ഖത്തർ പോലൊരു കൺട്രിയിൽ ഇങ്ങനെ സാഹചര്യം, ഇങ്ങനെ സംഭവമായിട്ടൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഖത്തറിലേക്കുള്ള ആൾക്കാർ ഇത് കാണുന്നെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെയായിരിക്കും? അവിടെ മദ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ദുബായ് പോലെ അല്ല ഖത്തർ എന്നാണ് വിശ്വസിക്കുന്നത്. ഖത്തർ, കുവൈറ്റ്, ഇങ്ങനെയുള്ള സൗദി രാജ്യങ്ങളിലൊക്കെ മദ്യമൊന്നും അങ്ങനെ ലഭ്യമല്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എൻ്റെ തെറ്റാണെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് തിരുത്തണം. എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഖത്തർ പോലൊരു കൺട്രിയിലാവുമ്പോൾ അറിയാമല്ലോ, ചേച്ചി അവിടെ ഫാമിലി ആയാണ്. നമുക്ക് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ചേച്ചി അവിടെ ഫാമിലി ആയിട്ടായിരുന്നു ഉള്ളത്. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സംഭവം വിട്ടു എന്നുള്ള കാര്യമാണ്. നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ അരുണിമ സെഡ് ടു മീ ഷീ വാണ്ട്സ് ടു കം UK. അതായത് ഈ പുള്ളിക്കാരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ അരുണിമ പറഞ്ഞത് എനിക്ക് ഷീ വാണ്ട്സ് ടു കം UK വരാൻ റെഡിയാണെന്ന് അപ്പോൾ തന്നെ പറഞ്ഞു അത്രേ. ഇൻവൈറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ റിസ്ക്കാണ്, മനസ്സിലായല്ലോ കാര്യങ്ങൾ. സോ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അവർ ആ റിസ്ക് ആണെന്നുള്ള കാര്യം കൊണ്ട് വിട്ടു. സോ ഇതിന് ശേഷവും കുറേ കാര്യങ്ങൾ വേറെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ട്. ഒരുപാട് വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്തിട്ട് കഴിഞ്ഞാൽ
നമ്മൾ അത് അത്രയും ഓക്കെ. അത് ആ കുട്ടി ഈ നിമിഷം വരെ, അതായത് ഒരു വിഷയം നടന്ന് ആ വിഷയം നടന്ന് എത്രയോ ദിവസം കഴിഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒരു വൃദ്ധനായൊരു മനുഷ്യനെ അപമാനിച്ച് നാണം കെടുത്തി മോശക്കാരനാക്കി ആ കുടുംബത്തിനെ മൊത്തത്തിൽ നാണം കെടുത്തി അവരുടെ ഗ്രാൻഡ് ഡോട്ടർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി എല്ലാം കൊടുത്തിട്ട് അവസാനം ഈ നിമിഷം വരെ തൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്കാണ്, അല്ല എങ്കിൽ തൻ്റെ ഭാഗത്തുള്ള സംഭവമാണ് ശരി എന്ന് പറഞ്ഞിട്ടില്ല. ചില സംസാരങ്ങൾ വോയിസുകളൊക്കെ പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ അവരെ തന്നെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെങ്ങനെ കഴിയുന്ന സ്വബോധത്തിലൊന്നും ആർക്കും പറ്റത്തില്ലടേ. എനിക്കറിയത്തില്ല, സ്വബോധത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു അവരെ വ്യൂവേഴ്സിനെ, അവരെ കാണുന്ന അല്ലെങ്കിൽ അവർ വളർത്തിയിടുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സമൂഹത്തിനോടെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താണ് നടത്തുന്ന കാര്യം. ഇത് ജോർജ് എന്നുള്ള വ്യക്തി പബ്ലിക്കിൽ പറഞ്ഞാണോ നമ്മൾ അറിഞ്ഞത്? ആരെങ്കിലും പബ്ലിക്കിൽ പറഞ്ഞാണ്? ഇത് അതർ സൈഡ് എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ഇത് അതർ സൈഡോട് കേൾക്കണ്ടേ? അരുണിമയുടെ സൈഡോട് കേൾക്കണ്ടേ? അരുണിമയുടെ സൈഡ് അല്ലല്ലോ കേൾക്കാണ്ടിരുന്നത്. ആദ്യം പറഞ്ഞത് അരുണിമയാണ് ഈ ജോർജിന്റെ കുടുംബത്തിനെയും കൊണ്ട് പബ്ലിക്കിൽ കൊണ്ട് നിർത്തിയത്. അല്ലാതെ അരുണിമ ആണ് ആ ഒരു കാര്യം പബ്ലിക് ഇട്ടത്. രണ്ടാമത്തെ അതിന്റെ അതർ സൈഡ് എന്ന് പറഞ്ഞാൽ ജോർജിന്റെ സൈഡായിരുന്നു. ജോർജിന്റെ സൈഡാണ് ഇപ്പൊ രണ്ടാമത് പുറത്തു വന്നത്. ഇനി വരേണ്ടത് അരുണിമ ഇതിനകത്തുള്ള ശരികളും തെറ്റുകളും അരുണിമയ്ക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ പറയണം. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം മൗനം സമ്മതം എന്ന് അങ്ങ് വിശ്വസിക്കേണ്ടി വരും. ഓക്കെ. ഇപ്പം അരുണിമ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വന്നതിനകത്ത് പറയുന്നു അരുണിമയുടെ ഡ്രസ്സൊക്കെ അരുണിമയാണ് നനച്ചത് വൃത്തിയാക്കിയതൊക്കെ ഉള്ള കാര്യം. എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് അന്ന് ജോർജ് ഏട്ട ഇട്ട കമൻറ്റ് ഇതാണ്: അല്ല, അവർ അറിയാതെ എങ്ങനെ 3 ദിവസം അവിടെ കയറി താമസിക്കും? അവൾ കൊണ്ടുവന്ന അഴുക്ക് വസ്ത്രങ്ങൾ വരെ എൻ്റെ വൈഫ് അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു. 3 ദിവസം ഇവിടെ താമസിച്ച് മൺഡേ രാവിലെ മാറി താമസിക്കണമെന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. അവൾ ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയി, എന്നോട് പോലും പറഞ്ഞില്ല. ഞാൻ ഉറങ്ങുകയായിരുന്നു, എന്നിട്ടാണ് ഈ തെണ്ടിത്തരം കാണിച്ചെന്നുള്ള കാര്യം. സോ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരത്തി ഇറങ്ങി. അതിനുശേഷമാണ് പുള്ളിക്കാരൻ അതിനുശേഷം ഇവരെല്ലാം വിളിച്ചിട്ടാണ്. പുള്ളി അപ്പോഴേ ഇതൊക്കെ നിങ്ങൾ എന്തിനാ സംസാരിച്ചെന്നൊക്കെ പിന്നീട് ചോദിക്കുമ്പോൾ തന്നെ അറിയാം അയാൾ വൈകിയാണ് അവിടെ എത്തിയിട്ടുള്ളത്. ആ മനുഷ്യൻ ജോലി വന്ന് കയറി കിടന്ന് ഉറങ്ങിയതായിരിക്കും. അപ്പോൾ അതിനുശേഷം ആ പുള്ളിക്കാരൻ അവിടെ ഇത് വന്നു സംസാരിക്കുന്നതെല്ലാം ചെയ്തു. അപ്പോൾ ഈ ഡ്രസ്സ് അടക്കമുള്ള കാര്യം നനച്ചു എന്നുള്ള കാര്യത്തിന് അരുണിമ ഇന്ന് ചില വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിൻ്റെ അകത്തൊക്കെ അരുണിമ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അരുണിമയാണ് അതിനകത്ത് വാഷ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം എന്നെ ഇന്ന് തള്ളിപ്പറയുന്നവർ തന്നെ എന്നെ ഉയർത്തി പറയും, നല്ലതായിട്ട് പറയും. അങ്ങനെ വരുത്തട്ടെ. നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ ആരും തള്ളിപ്പറയുന്നില്ല. നമ്മൾക്ക് വേണ്ട നിങ്ങളുടെ എക്സ്പ്ലനേഷൻ മാത്രമാണ്. നിങ്ങളെന്ത് തള്ളിപ്പറയണം? നിങ്ങൾ നമുക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വേറെ എന്തെങ്കിലും മഹാപാപം ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു കുടുംബത്തിനോട് ചെയ്ത ദ്രോഹമാണ്. ആ ഒരു കാര്യം എൻ്റെ വീട്ടിൽ എന്നോടോ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ പോലും നമ്മുടെ സംസാരം ഇങ്ങനെ ആയിരിക്കത്തുമില്ലല്ലോ. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം, ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ അയാൾ ഇത് പ്രതികരിക്കായിരുന്നെങ്കിൽ ആരറിയുമായിരുന്നു? ഇനി ഈ സംഭവത്തിന് ശേഷം മറ്റൊരു വ്യക്തി, ഇപ്പം സായിയുടെ വീഡിയോക്കകത്ത് വന്ന കാര്യമാണ്. അതിനകത്ത് മറ്റൊരു വ്യക്തിക്ക് ഇവരെ കൊണ്ട് താമസിപ്പിച്ച മറ്റൊരാളുടെ അനുഭവം. സത്യത്തിൽ ആ കൊച്ച് വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് തോന്നി എന്ന് പറയുന്നു. അതായത് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയ ഒരാൾ തന്നെ പറയുകയാണ് എങ്ങനെയെങ്കിലും തിരിച്ച് പോയാൽ മതി എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ തോന്നിക്കാനുള്ള കാരണം എന്താ? ഞാനൊക്കെ ഇപ്പം ദുബായിലൊക്കെ പോയി വിസിറ്റിംഗ് വിസയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നെ ഒരുപാട് നല്ല മനുഷ്യർ സഹായിച്ച് ഒക്കെയാണ് ഞാനവിടെ ഓവർ സ്റ്റേ ഒക്കെ ആയിട്ട് നാട്ടിലേക്കൊക്കെ തിരിച്ചു വന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം, ഭയങ്കരമായിട്ട് തീക്ഷ്ണമായ അനുഭവമുണ്ട്. അന്ന് കുറേ നല്ല മാലാകമാര പോലുള്ള മനുഷ്യരെ കണ്ടു. അതിനുശേഷം നാട്ടിലേക്ക് വന്നിട്ട് ചില സ്ഥലങ്ങളിലേക്ക് ഇന്ന് അരുണിമ താമസിക്കുന്നത് പോലെ അരുണിമയ്ക്ക് കയറി കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന പോലെ എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആരും ആ സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട് ഇന്നും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു. ഒരാൾ പോലും അങ്ങനെ ഒരു കുറ്റവും വിട്ടുപോയിട്ടൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അരുണിമയുടെ കാര്യം ഒന്ന് നോക്കി നോക്കൂ. നിങ്ങൾ ആ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും കുറിച്ച് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എന്തൊക്കെയാണ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ആ വീട്ടിലുള്ളവർ പറയുന്നതാണ് എന്താ ഇഷ്യൂ എന്ന് ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ വേറൊന്നുമല്ല, 4-5 ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു, മെസ്സേജിൽ ഡിപ്രഷൻ എന്നൊക്കെയാണ് പറഞ്ഞത്, അവൻ ഇട്ടുകൊണ്ട് പോയി എന്നൊക്കെ, അങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പം പുള്ളിക്കാരത്ത് ഡിപ്രഷൻ ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല മനസ്സിനുള്ള ഉടമകളായിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. നമ്മളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കും, ഡ്രസ്സ് കഴുകലും ഷൂ തുടയ്ക്കലും എല്ലാം. അടിപൊളി. ഡ്രസ്സ് കഴുകലും ഷൂ തുടയ്ക്കലും എല്ലാം. സത്യം പറയാമല്ലോ, ഞാൻ സന്തോഷത്തോടെയാണ് എല്ലാം ചെയ്തു കൊടുത്തത്. അവരുടെ വീട്ടിൽ ഗസ്റ്റ് അല്ലേ, അവർ നല്ല രീതിയിൽ ഹോസ്റ്റ് ചെയ്തു. ഞാനും ഹസ്ബൻഡും അടുത്ത വീട്ടിലെ കല്യാണത്തിനടക്കം കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു. അങ്ങനെ കൊണ്ടുപോയ അവരുടെ അനുഭവങ്ങൾ പറയുന്നു. നേരത്തെ പറഞ്ഞ് അവർ കേട്ടല്ലോ, അവർ കണക്ഷൻ തന്നെ കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ പുള്ളിക്കാരത്തിയുടെ ഒരു ക്യാരക്ടർ. ഇനി എല്ലാത്തിനും പുറമെ ഏറ്റവും വലിയ ഫൈനലി ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ള നമ്മുടെ ജോർജ് ഏട്ടൻ അവസാനം ഒരു തീരുമാനമെടുത്തു. കളിയാക്കിയതാണോ സർക്കാസമാണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ ലേറ്റസ്റ്റ് പോസ്റ്റാണ് 22 hours ഉടൻ ആരംഭിക്കുന്നു പുതിയ ചാനൽ ജോർജ് ഏട്ടൻ യാത്രയിലാണ് എന്ന് പറഞ്ഞിട്ട് ജോർജ് ലോനപ്പൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്ത് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്.
സോ ജോർജ് ചേട്ടാ, ഓൾ ദ വെരി ബെസ്റ്റ്. അത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നടക്കട്ടെ. നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ 70-കാരനായിട്ട് നിങ്ങളെ കണ്ടാൽ തോന്നത്തൊന്നുമില്ല. സോ നിങ്ങൾ യാത്രകളൊക്കെ ചെയ്യൂ, നിങ്ങളുടെ വീഡിയോസൊക്കെ ഇടൂ, ആൾക്കാർ കാണട്ടെ. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുക എന്നുള്ള കാര്യം. ഇനി വേറൊരു വലിയൊരു പ്രശ്നം, കഴിഞ്ഞ ദിവസം എന്നോട് ആളോട് സൂചിപ്പിച്ചാണ്, അമേരിക്ക പോലുള്ളൊരു കൺട്രിക്കകത്ത് വന്നിട്ട് ഈ പുള്ളിക്കാരത്ത് ഇനി എന്ത് കാര്യം ചെയ്തിരുന്നാലും ജോർജ് ഏട്ടനകത്താവും. മനസ്സിലായോ? ഇനി അവിടെ നിന്ന് ഈ അരുണിമ എന്നുള്ള വ്യക്തി നാട്ടിലേക്ക് പോകുന്നതുവരെ ചങ്കിടിച്ചുകൊണ്ട് ഒരു കുടുംബം അവിടെ താമസിക്കുകയാണ്. എവിടെയാണോ ഈ പുള്ളിക്കാരത്തിൽ പോകുന്നത്, രാത്രി കിടന്നുറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്തോ എന്ത് തരത്തിൽ ആ കുട്ടി അവിടെ വന്നിട്ട് എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജോർജ് ഏട്ടൻ ഉള്ളതുകൊണ്ട് ജോർജ് ഏട്ടൻ പെടും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ പുള്ളിക്കാരത്തിക്കെതിരെ ഒരു കേസ് പോകുന്നെന്ന് വിചാരിച്ചോ, ജോർജ് ഏട്ടൻ ഒരു സ്ട്രോങ് ആയിട്ടൊരു കേസോ മറ്റുള്ള കാര്യങ്ങൾ കൊടുത്ത് വല്ല അന്വേഷണമോ വല്ല വന്നു കഴിഞ്ഞാൽ നാട്ടിലേക്കൊന്നും വരത്തില്ല. പിന്നീട് അവിടെ നിന്ന് എങ്ങാനും ഈ മറ്റേ വിസയിൽ റെഡ് അടിച്ചോ എന്തോ സാധനമുണ്ട്, റിജക്ട് ചെയ്തോ എന്തോ ഡിപ്പോർട്ട് ചെയ്യുന്നു എന്തോ പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു രാജ്യത്തേക്കും പോകത്തില്ല. അമേരിക്ക പോലൊരു കൺട്രിയിൽ നിന്നും അടിച്ച് മറ്റേ ബ്ലാക്ക് ലിസ്റ്റ് അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തും കയറാൻ പറ്റത്തില്ല. അമേരിക്കയിൽ പോകാനേ പറ്റത്തില്ല. കാരണം അമേരിക്കയിൽ എന്നുള്ള നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളെ പോലെ അല്ല, സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങേ ഏറ്റമാണ്. അവിടെ നിന്ന് ഇവിടുത്തെ നമ്മളറിയാം, നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ ആൾക്കാർക്ക് പോലും ചില സമയത്ത് അമേരിക്ക പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എന്തെല്ലാം B1 B2 എന്തൊക്കെ പരിപാടികളൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വഴികളിലൂടെയാണ് ഇവരവിടെ എത്തിക്കുന്നത്. ആ എത്തിക്കുന്ന സമയം മുതൽ എല്ലാ കാര്യങ്ങളുടെ അകത്തും ഇവരുടെ മൊത്തം റെസ്പോൺസിബിലിറ്റി കൊണ്ടുപോകുന്ന ആളിനായിരിക്കും. അത് എന്ത് തരത്തിലുള്ള നഷ്ടമോ ആ നാട്ടിൽ എന്ത് പ്രശ്നമോ എന്തുണ്ടായാലും ഇവർക്ക് തന്നെ എന്ത് സംഭവിച്ചെന്നാൽ എൻ്റെ ഉത്തരവാദിത്തം കൊണ്ടുപോയ ആളിനായിരിക്കും. ആലോചിച്ച് നോക്ക്, ജോർജ് ഏട്ടൻ എടുത്തു വെച്ചിരുന്ന വള്ളി ചെറിയ വള്ളി വല്ലാണോ? എന്നിട്ട് ഇപ്പോഴും അയാളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. അയാളുടെ എന്താണ് ഗ്രാൻഡ് ഡോട്ടർ സംസാരിച്ചു അരഗൻ്റാണ്, മറ്റതാണ് മറിച്ചതാണ്. മറ്റൊരു നാടിനെക്കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും അറിയത്തില്ലെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക. നമ്മുടെ നാട്ടിൽ ഷുഗർ കോഡായിട്ട് ഉള്ളിനകത്തൊന്ന് വെച്ച് പുറത്ത് വന്ന് ചിരിച്ച് എന്ന് കാണിക്കുന്ന പോലെയൊന്നുമല്ല. അവിടുത്തെ ആൾക്കാരൊക്കെ വളരെ പൊളൈറ്റായിട്ട് ഇടപെടുന്നവരാണ്. അവരാരും മറ്റേ ഷുഗർ കോഡഡ് വേർഡ്സ് പറയത്തില്ല. എത്രയോ ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്, അവരെല്ലാവരും വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഇടപെടുന്നത്. അവരൊക്കെ അവരുടെ ലൈഫൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഈ ജോർജ് ഏട്ടൻ ഇനി സത്യം പറഞ്ഞ ഒരു ചൂടുവെള്ളത്തിൽ വീണ് കഴിഞ്ഞു. ഇനി ആരെങ്കിലും അങ്ങനെയുള്ള ലൈഫിൽ ഇനി ആരെങ്കിലും അയാൾ ഹെൽപ്പ് ചെയ്യും? ഇത് കാണുന്ന ഇത്രയും മലയാളികളുണ്ട്. ഈ എൻ്റെ അടക്കമുള്ള വീഡിയോസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കണ്ട മലയാളികൾ ഇവിടെ വന്നൊരു വ്ളോഗർ ഇപ്പം ഇവിടെ അമേരിക്കയ്ക്ക് പോകുമെന്ന് വിചാരിക്കുക, അവരൊക്കെ ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാൻ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? ഇതിനകത്ത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ സമ്മതിക്കും? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തത്തിൽ ആൾക്കാർ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അവരുടെ ട്രോമാറ്റിക് ആയിട്ട് മാറും. കാരണം പുറത്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ സന്തോഷത്തോട് ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ എന്നുള്ള ലെവലിലും ഒരു ട്രാവൽ വ്ളോഗർ എന്നുള്ള ലെവലിലും നിങ്ങളെ ചിലപ്പോൾ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇത് പണ്ടൊരു വിഷയമുണ്ട്, ഓർമ്മയുണ്ടോ? വേണ്ട, നമുക്ക് റിസ്ക് എടുക്കണ്ട, വേണമെങ്കിൽ ഒരു റൂം എടുത്ത് കൊടുക്കാം എന്നെല്ലാം പറയും. സോ അതുകൊണ്ട് അരുണിമ കൊടുത്തൊരു പാഠം സമൂഹത്തിന് വളരെ വലുതാണ്. അതുകൊണ്ട് അരുണിമ പറഞ്ഞതുപോലെ 5-6 വർഷത്തിന് ശേഷമല്ല, അടുത്ത ദിവസമായിരുന്നാൽ പോലും അരുണിമ നല്ലത് ചെയ്യാൻ നമ്മൾ നല്ലതെന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കിയത് അരുണിമ പ്ലീസ് മനസ്സിലാക്കണം, നിങ്ങൾ മാത്രമല്ലേ. എന്നോ നടന്നൊരു വിഷയത്തിന് 5-6 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് വീഡിയോ ഇട്ടിട്ട് ആ മനുഷ്യനെ നാണം കെടുത്തിട്ട് ഇന്ന് വരെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പബ്ലിക്കിലേക്ക് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ കമൻറ്റ് ബോക്സിലിട്ട കമൻറ്റ് പോലും മുക്കിക്കൊണ്ട് നിങ്ങൾ പോയില്ലേ? ഈ നിമിഷം വരെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നടന്ന് വലിയ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തോ? സോ നിങ്ങളെ കൊണ്ടുപോയ പല സ്ഥലങ്ങളിലും ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് അടക്കം ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് നിഷേധിക്കുന്നുണ്ടോ? അവർ പറഞ്ഞ പച്ചക്കള്ളമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സോ സഹോദരി, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമാണ്. തിരുത്തി മുന്നോട്ട് പോ. നിങ്ങൾ ആരും കല്ലെറിയാൻ വരത്തില്ല, പക്ഷെ നിങ്ങളത് തിരുത്തണം. ഓക്കെ, സോ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം തിരക്കാൻ കോഴ്സിൻ്റെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ. ജോർജ് ഏട്ടൻ്റെ ചാനലിന് എല്ലാവിധ ആശംസകൾ.